പുതുവർഷത്തലേന്ന് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും മികച്ച രീതിയിൽ ആഘോഷമാക്കണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ഇടയിൽ. പ്രത്യേകിച്ചും സെലിബ്രിറ്റികളുടെ ലോകത്തിൽ അതൊരു ആഘോഷം തന്നെയാണ്. നവ്യയ്ക്കും പുതുവർഷത്തലേന്ന് എന്ന് പറഞ്ഞാൽ ഒരാഘോഷം തന്നെയായിരുന്നു. പക്ഷേ മറ്റുള്ളവരിൽ നിന്നും നവ്യ നായർ വ്യത്യസ്തയായി. പാർട്ടി നടക്കുന്ന വേദികളിൽ എവിടെയും നവ്യയെ അന്വേഷിച്ച് ചെന്നവർ കണ്ടുകാണില്ല. ബാലാമണി എന്ന നവ്യ ഇപ്പോഴും തന്നെ അതുപോലെ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തി കൂടിയാണ്. അതിനാൽ നവ്യയുടെ ആഘോഷങ്ങൾക്കുമുണ്ട് വ്യത്യസ്തത. താൻ പുതുവത്സരത്തലേന്ന് ചിലവിട്ടത് എവിടെയെന്ന് നവ്യ നായർ വ്യക്തമാക്കുന്നു. ഒരു ചെറിയ വീഡിയോ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആക്കിയാണ് നവ്യ തൻ്റെ ആ സന്തോഷത്തെക്കുറിച്ച് ആരാധകരോട് പറഞ്ഞത്. എല്ലാ കൊല്ലവും ഡിസംബർ മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ നടക്കുന്ന ശിവഗിരി തീർത്ഥാടന വേദിയിലായിരുന്നു നവ്യ നായർ. ഇവിടുത്തെ ഭക്തജനത്തിരക്കാണ് നവ്യയുടെ പോസ്റ്റിൽ കയറിപ്പറ്റിയത്. തിരുവനന്തപുരം വർക്കലയിലെ ശിവഗിരിയിൽ തൻ്റെ നൃത്തവിദ്യാലയമായ മാതങ്കിയിലെ വിദ്യാർത്ഥിനികൾക്കൊപ്പം നവ്യ നൃത്ത പരിപാടിയും അവതരിപ്പിച്ചു. ഇതിൻ്റെ ഇടയിലാണ് ആകെ ഒരു അടിച്ചുപൊളിയെന്ന് വിളിക്കാൻ എന്തെങ്കിലും ഉണ്ടായത്. മകൻ സായി കൃഷ്ണയെയും കൊണ്ടാണ് നവ്യ പോയത് എന്ന് പോസ്റ്റിൽ നിന്നും വ്യക്തം. മകൻ്റെ ജന്മദിനം അടുത്തിടെയായിരുന്നു. അക്കാര്യങ്ങളൊക്കെ നവ്യ അവൻ്റേതായ സ്റ്റൈലൻ രീതിയിൽ തന്നെയാണ് ആഘോഷമാക്കുക. നാട്ടിൽ തൻ്റെ നൃത്തവിദ്യാലയത്തിൻ്റെ പ്രവർത്തനങ്ങളും പരിപാടികളുമായി നവ്യ നായർ സജീവമാണ്. അത്രയേറെ വിദ്യാർത്ഥിനികളും നവ്യയുടെ വിദ്യാലയത്തിൽ എത്തുന്നുണ്ട്. ചെറിയ കുട്ടികൾ മുതലുള്ളവർ നവ്യയുടെ ശിഷ്യഗണത്തിലുണ്ട്. മകൻ സായി കൃഷ്ണയുടെ ജന്മദിനത്തിൽ നവ്യയും ഭർത്താവ് സന്തോഷ് മേനോനും ഇക്കുറി ഫുട്ബോൾ തീമിലാണ് നവ്യ മകൻ്റെ ജന്മദിന തീം സെറ്റ് ചെയ്തിരിക്കുന്നത്.